ഈ മണ്ണിലേക്ക് ഒരു കുഞ്ഞിപ്പോലും തെറ്റുകാരായി പിറന്നു വീഴുന്നില്ല. പിന്നെ എപ്പോഴാണ്, എവിടെ വെച്ചാണ് അവർ തെറ്റിലേക്ക് വഴുതി വീഴുന്നത്? തന്റെ മക്കളുടെ നേരേക്ക് പെയ്യുന്ന ഏത് പേമാരിയിലും കൊടും കാറ്റിലും ചോർച്ചയില്ലാത്ത മേൽക്കൂരകളാവണം അച്ഛനും അമ്മയും. ഏകാപ്പിനെയും കുടാ അമ്മേ. എന്താ ഒരു ഇടി? എടി അടി 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 നേരം വെളുത്തന്റെ ആവണം ഫോണിൽ കുത്തി കളിച്ചിട്ട് ഒരു ഇടി വിട്ട് വേണ്ട പേടി. നീങ്ങ് ബാ, നല്ല മഴയാ വരുന്നത്. ഈ തുണിക്കെടുത്തോണ്ടേ അകത്തോണ്ടേ. എന്താണോ ആവോ? കാലം തെറ്റി ഒരു മഴ. കാലം തെറ്റി മഴ പെയ്യും. ഇത് എന്റെ കാലം, ചെകുത്താന്റെ കാലം. ഞാൻ നിങ്ങളുടെ മക്കളുടെ നേരേക്ക് മഴയായി പെയ്യും, പേമാരിയായി പെയ്തിറങ്ങും. എന്നിട്ട് അവരെ ഞാൻ എന്റെ ബലിയിലാക്കും. എന്തൊക്കെയാ എന്റെ മോനെ പറ്റി ചിന്തിച്ചു കൂടുന്നേ? മനുഷ്യ, നിങ്ങളിങ്ങനെ ബീഡിയും വലിച്ചോണ്ടിരുന്നോ? ചിലക്കേ മക്കളിങ്ങനെ വഴിതെറ്റിപ്പോയ അച്ഛനമ്മമാരെന്താ ചെയ്യാ? ഈ ഉലയിലെ പോട് പോലെ കത്തിരിയ മനസ്സ്. എന്തൊരു മഴയായത്! വീടാകെ ചോർന്നൊലിക്കുന്നല്ലോ. അഞ്ചാപ്പാടച്ചോനെ ഗോപാലകൃഷ്ണ, ഇങ്ങനെ ബേജാറാവാണ്ടെന്ന്. നമ്മുടെ പുരയുടെ ചോർത്ത് മാറണമെങ്കിൽ നമ്മളെ അച്ഛന്മാരനെ വിചാരിക്കണോന്ന്. മകളടുത്ത് നിങ്ങളുടെ കൊട ഇങ്ങോട്ട് കാട്ടിയാളി. സുലൈമാനിക്ക, കൊടയൊക്കെ എന്തരാം? ഇതിന്റെ മോ +2 കഴിഞ്ഞ് വാങ്ങിക്കൊടുത്താ. ഇതിന്റെ കമ്പിയൊക്കെ വളഞ്ഞിട്ടുണ്ട്. 1-2 തുളയുണ്ട്. കമ്പി വളഞ്ഞാൽ, കുടയ്ക്ക് തുള വീണാൽ അവർ പിന്നെ എന്റെ കൈപ്പിടിയില്ല. നിനക്കിത് എന്താ പറ്റിയേ? അച്ഛനമ്മയാന്ന് ഞാൻ നോക്കൂല. മാറി നിന്നില്ലെങ്കിൽ ഈ വാക്കത്തി കിരയാകും. ഞാനാ ഒരിടെ തീകച്ച ആ പൊതിയെടുത്താ തരാല്ലോ പറഞ്ഞു. മോളെ, ഓനെന്താ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയേ? അച്ഛാ, അച്ഛന്റെ പേഴ്സിന്ന് കായ് പോവാറില്ലേ? അതോൻ കൊണ്ടുപോണതാ. എന്തിന്? എന്ത് കാര്യത്തിന്? അച്ഛാ, ഇതച്ഛന്റെ പഴയകാലല്ല. എടിയില്ലേ, നീ അറിഞ്ഞ തെക്കേലെ മാളുവിന്റെ മോന്റെ മേത്ത് ബാധ കയറിയെന്ന്? അല്ലേലും ഓൾക്ക് അങ്ങനെ തന്നെയാണ്. എന്റെ പറമ്പിന്ന് ഓളുടെ പറമ്പിലോട്ട് ഒരു മുരിങ്ങലല്ലേ വീണെന്ന് പറഞ്ഞിട്ട് ഓളുടെ പറമ്പിലെ ചെപ്പും ചെവറും എല്ലാം എന്റെ പറമ്പിൻ കൊട്ടിട്ടോളാണോള്. ഓൾക്ക് അങ്ങനെ തന്നെയാണ്. തെക്കു വടക്കു കിഴക്കു പടിഞ്ഞാറ് എവിടെ നിന്ന് വന്ന ബാധയാണെങ്കിലും ഒഴിഞ്ഞു പോ, ഒഴിഞ്ഞു പോ. എനിക്ക് ഭ്രാന്തില്ല അമ്മേ. നിങ്ങൾ കാരണമാണ് ഞാൻ ആദ്യമായി ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയത്. പരസ്പരം വഴക്കിടുന്ന അച്ഛനമ്മമാരുണ്ടാകുമ്പോൾ ഏത് മക്കൾക്കാ രാത്രി ഉറക്കം കിട്ടുക? അച്ഛാ, നിങ്ങൾ വലിച്ചു വലിച്ചു ദൂരേക്കറിഞ്ഞ് ആ ബീഡിക്കുറ്റികൾ, അതാണ് എന്റെ ആദ്യത്തെ പുക. 1ഉം 2ഉം കഴിഞ്ഞപ്പോ ഞാൻ മാറി. പിന്നെ ലഹരി ഉപയോഗിച്ച് ഞാനൊരു ഭ്രാന്തനായി. മോനെ, കുട്ടിക്ക് ഭ്രാന്തില്ലാട്ട. ഞാൻ വലിച്ചെറിഞ്ഞ ഓരോ ബീഡിക്കുറ്റിന്നാണല്ലോ എത്തുമ്പോ വഴിതെറ്റി പോയത്. പരസ്പരം വഴക്കിട്ട് എന്റെ മക്കളുടെ സ്വസ്ഥത കളയപ്പോ എങ്ങനെ ആർ വഴിതെറ്റി പോവാതിരിക്കുക? നിങ്ങളെല്ലാരും ഒരു കുട കരുതിക്കോളി. ആ കുടക്കീഴി നിങ്ങളെ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചോളി. ഒരു മക്കളും വഴിതെറ്റി പോവില്ലാട്ടാ. നാം സ്വയം ഒരു കുടയായി മാറുക.